ഹലോ വെൽക്കം, ഇറ്റ്സ് മീര ഹിയർ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡെയിലി വെയർ ആയിട്ടുള്ള ഒരു മിനിമൽ രീതിയിൽ എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്ന് നോക്കാം. എനിക്കറിയുന്ന മേക്കപ്പ് ചെയ്യാത്തവരായിട്ട് വളരെ കുറവ് ആൾക്കാരോട് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ആർക്കെങ്കിലും ഒക്കെ ഒന്ന് നോക്കുമ്പോൾ അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ചെയ്യുന്നതാണ്. വേറെ ഒന്നും വിചാരിക്കേണ്ട. മാത്രമല്ല എനിക്ക് കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമോ മേക്കപ്പിൻ്റെ എന്ന് പറഞ്ഞു. എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ അത് മാത്രമല്ല എനിക്ക് കമൻസിൽ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും വന്ന് പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ കമൻസിൽ വന്നിട്ട് ഈ വീഡിയോ ചെയ്യാമോ ചേച്ചി, ഈ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യും ജസ്റ്റ് പറയുമ്പോൾ എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. സ്കിൻ പ്രെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് എത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു റുട്ടീൻ നിങ്ങൾ ചെയ്യുന്നവരായിക്കോട്ടെ മേക്കപ്പ് ചെയ്യുന്നവരായിക്കോട്ടെ, സ്കിൻ പ്രെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ സ്കിൻ പ്രെപ്പ് ചെയ്യാതെ നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മേക്കപ്പിൽ അത് എടുത്ത് കാണാൻ പറ്റും. ജസ്റ്റ് എത്ര സിമ്പിൾ ആയിട്ടുള്ളതായിക്കോട്ടെ അത് എടുത്ത് കാണിക്കും. സോ ഏറ്റവും ബെറ്റർ നിങ്ങൾ ജസ്റ്റ് സ്കിൻ പ്രെപ്പ് ചെയ്യുക. സ്കിൻ പ്രെപ്പ് എന്ന് പറയുമ്പോൾ ഒത്തിരി പരിപാടിയൊന്നുമില്ല. സ്കിൻ പ്രെപ്പ് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാരും വിചാരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക, ക്ലീൻ ചെയ്യുക ഫേസ്, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സിറം ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സിറം അപ്ലൈ ചെയ്യുക. പിന്നെ പ്രൈമർ, അത്യാവശ്യം ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ പ്രൈമർ യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ ഇപ്പം സിമ്പിളായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ബട്ട് കൺസീലർ ഉണ്ടാകും. ഞാൻ പറയാം. ഇപ്പം ഞാൻ ചെയ്യുന്നതിൽ മോയ്സ്ചറൈസർ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഇമോളിൻ എന്ന് പറയുന്ന മോയ്സ്ചറൈസറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഞാൻ കുറേ മോയ്സ്ചറൈസേഴ്സ് ട്രൈ ചെയ്ത് എനിക്ക് നേരത്തെ തൊട്ടേ അറിയാം ഇമോളിൻ എന്ന് പറയുന്ന മോയ്സ്ചറൈസറിനെ പറ്റി. പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറേ ട്രൈ ചെയ്ത് അവസാനം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കണ്ടുപിടിച്ചാൽ എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്, മോർ ടുവേർഡ്സ് ഓയിലി സ്കിൻ. കൊമോഡോജനിക്കോ ഒന്നുമല്ല, പോഴ്സ് ക്ലോഗ് ചെയ്യുന്നില്ല. കോഴയൊക്കെ ഉണ്ട് കേട്ടോ, ആരും മൈൻഡ് ചെയ്യണ്ട. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഓ മൈ ഗോഡ്, പോഴ്സ് ക്ലോഗ് ചെയ്യുന്നില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ട്രൈ ചെയ്തിട്ടില്ലാത്തതാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കൂ കേട്ടോ. അപ്പം മോയ്സ്ചറൈസർ ചെയ്തിട്ട് ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നത് കളർ കറക്റ്ററാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഇവിടുന്ന് വാങ്ങിച്ചല്ല. ഇതൊരു മറ്റേ എല്ലഗേളിൻ്റെ സ്വിസ് ബ്യൂട്ടിയിൽ ഏതിലൊക്കെയോ വരുന്നുണ്ട് ഇങ്ങനത്തെ കളർ കറക്റ്റേഴ്സ്. അപ്പം കളർ കറക്റ്റിംഗ് നിങ്ങൾ എത്ര സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ചെയ്താലും കളർ കറക്റ്റിംഗ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ബിക്കോസ് ഐ റെക്കമെൻഡ് ഡൂയിങ് കളർ കറക്ഷൻ. ബിക്കോസ് ഞാൻ ഇവിടെ കണ്ണാടിയിൽ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാവർക്കും ഞാൻ പറയത്തില്ല, പക്ഷെ ഇപ്പം എൻ്റെ സ്കിൻ ടോൺ കുറച്ച് ഡാർക്ക് സ്കിൻ ടോണിലേക്കുള്ളതാണ്. അപ്പം എന്നെപ്പോലത്തെ സ്കിൻ ടോൺ ഉള്ളവർക്ക് നമുക്ക് ഡാർക്ക് സർക്കിൾസോ ഹൈപ്പർ പിഗ്മെൻറ്റേഷനോ ഒക്കെ ഉള്ളപ്പം അത് കുറച്ചുകൂടെ ഒരു ഗ്രേയിഷ് ഒരു അണ്ടർ ടോൺ അതിന് ഉണ്ടാവും. അതേസമയം കുറച്ചുകൂടെ ഫെയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആയിക്കോട്ടെ ഡാർക്ക് സർക്കിൾസ് ആയിക്കോട്ടെ അത് കുറച്ചുകൂടെ പിങ്ക് അല്ലെങ്കിൽ യെല്ലോ അണ്ടർ ടോണിലേക്കായിരിക്കും വരിക. അവർക്ക് ജസ്റ്റ് കൺസീലർ മാത്രം യൂസ് ചെയ്താൽ തന്നെ അത് കവർ ആവും. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഗ്രേ അണ്ടർടോൺ ഉള്ളപ്പോൾ കൺസീലർ യൂസ് ചെയ്താൽ കവർ ആവും, ബട്ട് അതിലെ ആ ഒരു ഗ്രേ ഒരു ആഷ് പോലത്തെ ഒരു കളറില്ല, അതിങ്ങനെ പുറത്തേക്ക് നിൽക്കും. അത് സത്യം പറഞ്ഞാൽ കാണാനൊരു ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ കളർ കറക്റ്റർ എന്ന് പറയുന്ന സംഭവം ഞാൻ യൂസ് ചെയ്യും. സോ നിങ്ങളും അത് യൂസ് ചെയ്യണം എന്നാണ്. ഇപ്പം എൻ്റെ ഒരു സ്കിൻ ടോൺ അല്ലെങ്കിൽ എൻ്റെ ഡീപ്പർ സ്കിൻ ടോൺ, എൻ്റെ കുറച്ചുകൂടെ ഫെയർ ആണെങ്കിലും ആ ഒരു ബ്രൗൺ സ്കിൻ ടോണിലേക്ക് വരുന്നവരെ മസ്റ്റായിട്ട് യൂസ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ അതൊക്കെ. ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നതല്ല, ഇതുപോലെ ഡാർക്ക് സർക്കിൾസും ഇവിടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർ യൂസ് ചെയ്യുക. അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലേ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് യൂസ് ചെയ്തിട്ടൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഇത് കണ്ടോ, ഇപ്പം ഈ കണ്ണിൽ ഒരു ഓറഞ്ച് ടിൻറ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒന്ന് ഈവനായി ലൈക്ക് എൻ്റെ സ്കിന്നുമായിട്ട് അത്രയും മാത്രം കൊടുത്താൽ മതി. ഓവറായിട്ടൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഒരു ഇച്ചിരി മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക. ഏറ്റവും നല്ലത് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ കളർ കറക്റ്റർ യൂസ് ചെയ്യുമ്പം നിങ്ങൾ കുറച്ചുകൂടെ ഓയിലി സ്കിന്നിലേക്കുള്ളവരാണെങ്കിൽ ഇപ്പം എൻ്റെ സ്കിൻ ഇതുണ്ട്, എനിക്ക് ഇവിടെ ഓയിലി ആവുന്ന ആളാണ്. അപ്പം അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐലിഡ്സ് അല്ല ആ ഏരിയാസ് ഓയിലി ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രീം ബേസിലേക്ക് പോകാം. ഇപ്പം കുറേ പാലറ്റ്സ് ഉണ്ട് കളർ കറക്ഷൻ്റെ, അതിൽ ക്രീം ആയിട്ടുള്ളതുണ്ട്. അത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം വെറുതെ ക്രീസിങ് ഉണ്ടാവും. അപ്പം ഈ ലിക്വിഡ് ടൈപ്പ് ഒന്നെങ്കിൽ ഇങ്ങനത്തെ അല്ലെങ്കിൽ മറ്റേ കൺസീലറിൻ്റെ പോലത്തെ ഇങ്ങനത്തെ ഇതിലും വരുന്നുണ്ട് കളർ കറക്റ്റർ. അതിലേതെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ക്രീമിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്രീസിങ് ഉണ്ടാക്കാനും ഒരു വല്ലാത്ത ലുക്ക് തരും. ഇപ്പം ഐലിഡ്സ് ഒക്കെ ഓയിലി ആയിട്ടുള്ളവരാണെങ്കിൽ എനിക്ക് ഇവിടെ നല്ല ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. സോ അവിടെയും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കൺസീലർ ഭയങ്കര തിക്കായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ കൺസീലർ തിക്കായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എവറിഡേ മേക്കപ്പ് ആണെന്ന് പറയാൻ പറ്റില്ല. മാക്സിമം സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. കാരണം എൻ്റെ ടെക്സ്റ്റേർഡ് സ്കിന്നാണ്. അപ്പോൾ ടെക്സ്റ്റേർഡ് സ്കിൻ ഉള്ളവർക്ക് ഒരുപാട് പ്രോഡക്റ്റ് തിക്കായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് എടുത്ത് കാണിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ മോസ്റ്റ്ലി നോക്കാറ്. റീസെന്റ് കുറേ പിമ്പിൾസ് ഒക്കെ വന്നിട്ട് എൻ്റെ ഫേസ് ഇങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആണ് കേട്ടോ. ഞാൻ കോളേജിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരു 4 മാസമായി പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്തുള്ള ക്ലൈമറ്റ് ചേഞ്ച്
ഫുഡിന്റെ ചേഞ്ച്, അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വന്നാണ് ഞാൻ കുറച്ച് ശരിയാക്കിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ സൺസ്ക്രീൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞ സൺസ്ക്രീൻ ഇടാതെ ഞാൻ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുന്ന ആൾ സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോയതിന്റെ മെയിൻ ആയിട്ട് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിലേക്ക് നോക്കുന്നുണ്ട്, എനിക്കറിയാം, പക്ഷേ ഞാൻ എന്നെ തന്നെ നോക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കൺസീലറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കൺസീലർ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ, ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. ഫുൾ ഫേസ് കൺസീലർ വെച്ച് മാത്രം ചെയ്യാമെന്ന് വെച്ചു. ഫൗണ്ടേഷൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഭയങ്കര ഹെവി ആയിട്ടോ അല്ലെ ഭയങ്കര ഫെസ്റ്റീവ് ആയിട്ടുള്ള എവിടെയെങ്കിലൊക്കെ പോകണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം, അത് കോളേജ് പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ ചെയ്യാറില്ല, ഇവിടെ നമുക്ക് അങ്ങനെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ജസ്റ്റ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസിനെ ഒന്ന് സ്കിൻ ഈവൻ ആക്കാൻ വേണ്ടി മാത്രം ഒന്ന് കവർ ചെയ്യാനാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അപ്പം നമ്മളിപ്പം കളർ കറക്റ്റർ അപ്ലൈ ചെയ്തു, ആ കളർ കറക്റ്റർ അപ്ലൈ ചെയ്തെടുത്തെല്ലാം തന്നെ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പിമ്പിൾ മാർക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ കവർ ചെയ്യണമെങ്കിൽ അവിടെ അങ്ങനെ മാത്രം മതി കേട്ടോ. എനിക്കിവിടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഭയങ്കരമായിട്ടുണ്ട്, നല്ല കളർ ഡിഫറൻസ് ഉണ്ട് ബാക്കി ഫേസ് വെച്ച് നോക്കുമ്പോൾ. സോ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര കൂടുതലാണ് കമ്പയർ ചെയ്യുമ്പോൾ, സോ അവിടെ ഞാൻ നല്ല രീതിയിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തൽക്കാലം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് കേട്ടോ. എനിക്ക് അഫോർഡബിൾ പ്രോഡക്ട്സ് യൂസ് ചെയ്യാനാണ് താല്പര്യം കൂടുതൽ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്, തീരാറായി. ഇനി അടുത്ത് എനിക്ക് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ വാങ്ങി നോക്കണമെന്നുണ്ട്, അപ്പോൾ അടുത്ത് ഞാൻ അതായിരിക്കും വാങ്ങുന്നത്. നിങ്ങൾക്കുള്ളത് ഏതാണോ അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനൊരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്, സ്പഞ്ച് ഉള്ളവർക്ക് സ്പഞ്ച് യൂസ് ചെയ്യാം. കൈ കൊണ്ട് മൊത്തം ഞാൻ അത്രയും റെക്കമെൻഡ് ചെയ്യില്ല, ബിക്കോസ് ഒരു സ്പഞ്ചോ അല്ലെങ്കിൽ ഒരു ബ്രഷോ ഉള്ളത് നല്ലതായിരിക്കും. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ബട്ട് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഞാനിപ്പം കളർ കറക്റ്റർ യൂസ് ചെയ്തില്ല, അതേപോലെ അല്ലാതെ ഇങ്ങനെ തൂത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് ജസ്റ്റ് ഡാബ് ചെയ്യുക മാത്രമേ ചെയ്യാവുള്ളൂ. അതാണ്. അപ്പം നിങ്ങളുടെ പ്രോഡക്റ്റ് അവിടെ നിന്ന് സ്വൈപ്പ് ചെയ്ത് കൊണ്ടുപോകും, അപ്പം നിങ്ങൾക്ക് കവറേജോ അല്ലെങ്കിൽ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല, ഒരുമാതിരി നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്ന പോലെ ഇരിക്കും. അങ്ങനെ ചെയ്യരുത്. സോ മാക്സിമം നിങ്ങൾക്ക് ഒരു ബ്രഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. അല്ലെങ്കിൽ ഒരു സ്പഞ്ച് വാങ്ങുക. സ്പഞ്ചൊക്കെ ഇറ്റ്സ് വെരി അഫോർഡബിൾ ഐ ഗസ്. അതുപോലെ തന്നെ നിങ്ങൾ കൺസീലർ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാങ്ങുമ്പം നിങ്ങളുടെ പെർഫെക്റ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. കൺസീലർ യൂഷ്വലി കുറച്ചുകൂടി ലൈറ്റർ കളറാണ് വാങ്ങേണ്ടത്. ബട്ട് നമുക്കിവിടെ ഫൗണ്ടേഷൻസ്, പിന്നെ നമ്മൾ അങ്ങനത്തെ മേക്കപ്പ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ പറയുന്ന മേക്കപ്പ് ലുക്ക് ആണെങ്കിലും അങ്ങനത്തെ ഒരു മേക്കപ്പ് ലുക്ക് അല്ല. അപ്പം നിങ്ങൾ കൺസീലർ ലൈറ്റ് ഷെയ്ഡ് വാങ്ങാതെ നിങ്ങൾക്ക് ഫൗണ്ടേഷന് പകരം യൂസ് ചെയ്യാവുന്ന പോലെ നിങ്ങളുടെ എക്സാക്ട് ഷെയ്ഡ് വാങ്ങുക. നിങ്ങളുടെ മേക്കപ്പിനെ മച്ച് ബെറ്റർ ആക്കും. ഈ ലൈറ്റ് ഷെയ്ഡുകൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേലും ഇപ്പം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും തോന്നത്തില്ല. ബട്ട് ഇറ്റ് ലുക്സ് റിയലി വിയർഡ്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ്. ബട്ട് അത് എടുത്ത് കാണിക്കും നിങ്ങളുടെ ഫേസിൽ. ഇനി ഞാൻ എൻ്റെ പിമ്പിൾ മാർക്സ് മാത്രം ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇതൊത്തിരി ഹൈ കവറേജ് വരുന്നില്ല, ലൈറ്റ് കവറേജ് വരുന്നുള്ളൂ. ഞാൻ അതുകൊണ്ട് കംപ്ലീറ്റ്ലി അങ്ങനെ കവർ ചെയ്ത് വെക്കണം എന്നെനിക്കില്ല. പക്ഷെ ചെറുതായിട്ടൊന്ന് ഒരു ബ്ലർ എഫക്റ്റ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ പിമ്പിൾസ് മാർക്സ് ഉള്ളിടത്ത് മാത്രം ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒത്തിരി ബലം ഒത്തിരി പ്രഷർ കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന പോലെ മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം കുറച്ച് പിമ്പിൾ മാർക്സ് ഒക്കെ ഉള്ളവർക്ക് അത് കവർ ചെയ്യണം. ഇപ്പം അത് കവർ ചെയ്യണ്ട എന്നുള്ളവർ അവിടെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ ചില സമയത്ത് മാത്രമേ ഇത് കവർ ചെയ്യാറുള്ളൂ, എനിക്ക് എപ്പോഴും അങ്ങനെ കവർ ചെയ്യണമെന്നില്ല, ചില സമയത്ത് മാത്രമേ. പക്ഷേ കണ്ണും ഇതും ഞാൻ സ്കിൻ ഈവൻ ടോൺ ആക്കാൻ നോക്കാറുണ്ട്. പിമ്പിൾ മാർക്സിനെ ഞാൻ അങ്ങനെ അധികം കവർ ചെയ്യാറില്ല. ഇപ്പം ഈ ഒരു ഞാൻ എന്നിട്ട് ഒരു സ്പഞ്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഇത് നിർബന്ധമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഇഫ് യു ഹാവ് യു ക്യാൻ യൂസ് വൺ. ആ ഒരു ഈ ലൈൻസ് ഉണ്ടല്ലോ, ലൈക്ക് ആ കൺസീലറും സ്കിന്നും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരുപോലെ പോകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം അത് അത്യാവശ്യം മൊത്തത്തിൽ സ്കിന്നിൻ്റെ ഒരു സെയിം ഷേപ്പല്ല സെയിം കളറായിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു പൗഡർ പഫ് എടുത്തിട്ട്, എൻ്റെ കയ്യിൽ ലൂസ് പൗഡർ ആണുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൂസ് പൗഡർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, കോമ്പാക്റ്റ് ആയാലും യൂസ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം യൂസ് ചെയ്യാം, പക്ഷേ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് മസ്റ്റ് കൺസീലർ ഈസ് ഓപ്ഷണൽ, കളർ കറക്റ്റർ ഈസ് ഓപ്ഷണൽ, അല്ലാതെ കൺസീലർ മസ്റ്റ് ആണ്. പിന്നെ ഒരു കോമ്പാക്റ്റ് അല്ലെങ്കിൽ ലൂസ് പൗഡർ, ഇതിൽ ഏത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പം ഞാൻ എടുക്കുന്ന ലൂസ് പൗഡറാണ്, ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഞാനത് ഇങ്ങനെ ഒരു ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഞാൻ ഈ കൺസീൽ ചെയ്ത ഭാഗങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്, അപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഞാൻ എന്തായാലും പറയും ബെറ്റർ ലൂസ് പൗഡർ ആയിരിക്കും. ഓയിലി സ്കിൻ ഉള്ളവർക്ക് നല്ല ഓയിലേക്ക്, എൻ്റെ അത് കോമ്പിനേഷനാണ്, പക്ഷേ ഭയങ്കര കോമ്പിനേഷനിൽ ഓയിലി ഏരിയാസ് ഏതാണോ അവിടെ ഭയങ്കര ഓയിലിയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇത് എടുത്ത് കാണിക്കും. സോ അവിടെ ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇത് തന്നെ വേണമെന്നില്ല, ഈ പഫ് വാങ്ങണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചാൽ ഞാൻ സ്റ്റുഡിയോ ഫൈൻസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ.
പിന്നെ വേണമെന്നില്ല നിങ്ങളുടെ കോമ്പാക്റ്റിലൊരു സ്പഞ്ച് ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്യാം. എങ്ങനെ ഏത് യൂസ് ചെയ്താലും നല്ലോണം ഈ പൗഡർ കോമ്പാക്റ്റ് ആയാലും ഇതായാലും നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക, നല്ലോണം ലോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫേസിൽ എവിടെയാണ് നല്ല ഓയിൽ ഉള്ളത്. ഇന്ന് കോഴി ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഐ ലിഡും കൂടെ ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. അത് ഓയിലി ഐലിഡ്സ് ഉള്ളവർ മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. കാരണം അല്ലെങ്കിൽ അവിടെ ഭയങ്കര ക്രീസിങ് ഉണ്ടാവും ഒരു 2 hours കഴിയുമ്പോഴത്തേക്ക്. നിങ്ങൾ എത്രമാത്രം ഇത് സിമ്പിളായിട്ടും തിന്നറായിട്ടും കൺസീലർ അപ്ലൈ ചെയ്യുന്നോ, അതുപോലെ തന്നെ എത്രമാത്രം ഇത് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്യുന്നോ അതിന് അനുസരിച്ചിരിക്കും എത്ര ബെറ്റർ ലുക്ക് ഫൈനലി കിട്ടും, കുറച്ച് നാച്ചുറൽ ആവുമോ അതോ മേക്കപ്പ് ഇട്ട പോലെ തോന്നുമോ എന്നുള്ളത്. സോ ആ ഒരു സ്റ്റെപ്പ് മാത്രം നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇനി ഞാൻ എന്താ ഒരു ബ്രഷ് എടുക്കുന്നുണ്ട്. എക്സസ് ആയിട്ട് ഉള്ള എന്തെങ്കിലും പൗഡേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ഈവൻ ആക്കാൻ വേണ്ടി മാത്രം. ഇത് നിങ്ങൾക്ക് കൈകൊണ്ട് ഇങ്ങനെയും ചെയ്യാം, ബട്ട് പ്രസ് ചെയ്യരുത്. ഒത്തിരി ഇങ്ങനെ ഞെക്കിയിട്ട് തൂക്കാതെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാമെന്നാണ്. അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു കോട്ടൺ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ക്ലോത്ത് എങ്കിലും ഉണ്ടാവില്ലേ, അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്താൽ മതി. എനിക്ക് ഒരുപാട് ഇങ്ങനെ സാധനങ്ങൾ കാണിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം എന്നും കൂടെ പറയുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ബേസ്. നമ്മുടെ മെയിൻ ബേസ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഐബ്രോസും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാം, ഞാൻ ഒത്തിരി പെർഫെക്റ്റ് ആയിട്ട് ത്രെഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ത്രെഡ് ചെയ്യാത്തതുകൊണ്ട് ഐബ്രോസിന് ഒരു ലിഫ്റ്റഡ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഐബ്രോ ജെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ മറന്നുപോയ ഒരു കാര്യം, എൻ്റെ ലൂസ് പൗഡർ ഞാൻ യൂസ് ചെയ്ത ലൂസ് പൗഡർ NYBയുടെ ലൂസ് പൗഡറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതിൽ ഷെയ്ഡില്ലാന്ന് തോന്നുന്നു. ഷെയ്ഡില്ല, അത് NYBയുടെ ലൂസ് പൗഡറാണ്. ഞാൻ ഏതെങ്കിലും പ്രോഡക്റ്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻസിൽ വന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ചിലപ്പോൾ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ വിട്ടു. ഇതൊരു ഐബ്രോ ജെല്ലാണ്. ഞാനിത് ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മേലോട്ട്. ആദ്യം കോംബ് ചെയ്യുമ്പോൾ വലിയ നമുക്കിങ്ങനെ തോന്നും അത് എന്തോ പോലെ, ബട്ട് അത് വൺസ് അത് സെറ്റായി കഴിയുമ്പോഴത്തേക്കും പിന്നെ അങ്ങനെ തന്നെ ഇരുന്നോളും. എനിക്ക് ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് മാത്രമേ ഞാനൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാവേ. ഐബ്രോ ജെൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒത്തിരി വരയ്ക്കുന്നത് ഇസ് നോട്ട് ഗുഡ്. പക്ഷേ നമുക്കിങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫിൽ ചെയ്യാം. പൗഡർ ആയിരിക്കും ആക്ച്വലി ബെറ്റർ, ബട്ട് നൗ ഐ ആം യൂസിങ് പെൻസിൽ. കണ്ടോ, ആ ഒരു ഏരിയ ഒന്ന് ഫില്ലായി. കണ്ടോ, അപ്പം നിങ്ങൾക്കിത് വരയ്ക്കാൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ വരയ്ക്കാവുള്ളൂ, ഇല്ലെങ്കിൽ പെൻസിൽ വെച്ച് വരയ്ക്കാവുള്ളൂ, ഇല്ലെങ്കിൽ പൗഡർ ആയിരിക്കും ബെറ്റർ കേട്ടോ. അപ്പം നമ്മുടെ ബേസ് അത്യാവശ്യം കഴിഞ്ഞു. ഇതാണ് മെയിൻ ബേസ് വരുന്നത്. ഇനി ബ്ലഷിൻ്റെ കാര്യം പറയാം. ബ്ലഷ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ കൺസീലർ യൂസ് ചെയ്ത് എല്ലാ ഫേസിലെ ഫുൾ സ്കിൻ ടോൺ ഒരുപോലെ ആക്കി. ഇപ്പം കുറച്ച് ലെസ്സായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, അപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് കൺസീലേഴ്സ് യൂസ് ചെയ്തെല്ലാം കവറപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിലായി പോകും. ഫുൾ ഫേസിനെ ഭയങ്കര ഒരു പെയിൽ ലുക്ക് കൊണ്ടുവരും. അപ്പം ആ ഒരു പെയിൽ ലുക്ക് വരാതെ നമുക്ക് കുറച്ചൊന്ന് ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഒന്ന് ബ്രൈറ്റർ ആക്കാൻ വേണ്ടിയിട്ടുമാണ് ബ്ലഷ് ഇടുന്നത്. സോ ഇഫ് യു ആർ ഓക്കെ വിത്ത് യുവർ ഫേസ്, ഈ ഒരു കളർ ഒരുപോലെ ഇരിക്കുന്ന നിങ്ങൾക്ക് പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലഷ് അവോയ്ഡ് ചെയ്യാം. ബ്ലഷ് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്കറിയാം. അങ്ങനെ അല്ല, നമുക്കൊരു എന്തൊരു നാച്ചുറൽ ഫ്ലഷ്ഡ് ലുക്ക് വേണം എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ബ്ലഷ് ഇഷ്ടമാണ്. കാരണം എനിക്ക് ഇത്രയും ഹൈപ്പർ പിഗ്മെന്റേഷനും കൂടെ ഉള്ള ആളായതുകൊണ്ട് അത് കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പെയിൽ ലുക്ക് വരും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് യൂഷ്വലി നല്ല രീതിയിൽ ഇഷ്ടമാണ്, ബട്ട് നൗ ഞാനൊന്ന് സിമ്പിളായിട്ട് ഒരു ഇച്ചിരി ഒരു ഫ്ലഷ്ഡ് കിട്ടുന്ന പോലെ മാത്രമാക്കാം. പ്രാവ് ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഇവിടുത്തെ എലവേറ്റഡ് ഏരിയയിൽ അവിടുന്ന് മേലോട്ട് ദിസ് ഡയറക്ഷൻ കണ്ട, ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയി ബ്ലഷ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഗെറ്റ് റെഡി വിത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ തൂക്കുന്നുണ്ട്. ബട്ട് ദാറ്റ് ഗീവ്സ് യുവർ ഫേസ് ഫേസ് ഒന്നുകൂടെ ചബ്ബി ആക്കി കാണിക്കും. ഇതാണെങ്കിൽ കുറച്ചുകൂടെ ലിഫ്റ്റഡ് ആയിട്ടൊരു ഫീൽ തോന്നിക്കുന്ന രീതിയിൽ ഇടുവാണെങ്കിൽ അത് ഇവിടെ ആണ് കേട്ടോ. ഇനി ഒത്തിരി മെലിഞ്ഞ ഫേസ് ഒക്കെ ആണെങ്കിൽ ചബ്ബി ആയിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ മറ്റേത് യൂസ് ചെയ്യാം. ചെറിയൊരു പിങ്ക് നോക്ക്. ഈ ഒരു സൈഡും കൂടെ നോക്കൂ, കുറച്ചുകൂടെ ഒരു ഭംഗി, ജസ്റ്റ് ഒരു ഭംഗി, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ വർക്ക് പ്ലേസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്ലഷ് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ജനറലി ചെയ്യുന്നതാണ്. എൻ്റെ വർക്ക് പ്ലേസിൽ ബ്ലഷും പറ്റൂല, മേക്കപ്പും പറ്റൂല, അറിയാലോ, ഡോക്ടേഴ്സ് പ്രൊഫഷൻസ് ആർ ലൈക്ക് ദാറ്റ്. പക്ഷെ ഞാൻ പോവുകയാണെങ്കിൽ കൺസീലർ എന്തായാലും അപ്ലൈ ചെയ്യും. അത് നോബഡി വിൽ ഗെറ്റ് ടു നോ അബൌട്ട് ഇറ്റ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു രീതിയിൽ ബ്ലഷ് അപ്ലൈ ചെയ്യും. അപ്പം ഇത്രയും ചെയ്താൽ നമ്മുടെ ബേസ് സെറ്റായി. ഇനി നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ
ഐ ലുക്കും ലിപ്സ്റ്റിക്കും അത് നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് ഡെയിലി ബേസിൽ സിമ്പിളായിട്ട് ഇതിൻ്റെ കൂടെ ഇപ്പോൾ പോകുന്ന തന്നെ ഒരു 3 to 4 ഐ ലുക്സ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഈ വീഡിയോയിലല്ല, ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്യാം. ഇത്രയും ലോങ് വീഡിയോ ഒന്നും ഇരുന്ന് കാണാൻ താല്പര്യമുള്ളവരായിട്ട് ആരുമില്ല എന്ന് എനിക്കറിയാം. സോ അതുകൊണ്ടാണ് ഞാൻ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. എല്ലാവരും അത് കണ്ടു നോക്കാം കേട്ടോ. ഇത് കണ്ട് എല്ലാവരും അത് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് ലുക്ക് എങ്ങനെയാണെന്നുള്ളത് കിട്ടും. അപ്പം അതിലൊരു ഞാനൊരു 2-3 എന്തെങ്കിലും 2 or 3 ഐ ലുക്സ് ഇതിന് പറ്റുന്ന പോലെ എങ്ങനെ ഡെയിലി ഒരു ഇതിന് ചെയ്യാമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബേസ്. അത്യാവശ്യം നാച്ചുറൽ ലുക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. പിമ്പിൾസിന്റെ കുറച്ചൊക്കെ കാണാം. ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഏറ്റവും മിനിമൽ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് ഞാനിപ്പോൾ പറയുന്നത്. ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ബേസ് ആണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഐ ലുക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ പോയി നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.